നമ്മുടെ സീറ്റ് കുറച്ച് ബാക്കിലോട്ടാക്കും. അതായത് കൊളീഷൻ ഉള്ള ഭാഗത്ത് തല വരും, മനസ്സിലായോ? അപ്പം നമ്മൾ ഈ വിൻഡോയിൽ കൂടെ അടിക്കുന്നൊന്നും പൊള്ളൂല. ഓ മനസ്സിലായി. ഈ പോർഷനല്ലേ മറ്റേ ഇതിന്റെ പില്ലറിന്റെ പോർഷനിൽ അവിടെ ഹെഡ് വരും. മറ്റേ നമ്മള് വിൻഡോയിൽ കൂടെ അല്ലേ അടിക്കുന്നത്, പൊതുവിൽ നമ്മൾ വിൻഡോയിൽ കൂടെ അടിക്കുന്ന ക്ലോസ് വരുമ്പോ ഇത് അടിക്ക് കൊള്ളത്തില്ല. ഓരോരോ ബുദ്ധി എങ്ങനെയാണെങ്കിലും സീറ്റ് എടുത്തിട്ട് മൊത്തത്തില് ഇതാക്കിയ താത്തി വെച്ചാലോ, എന്നിട്ടും തൂറിയല്ലേ വരും സത്യം. ഇതൊക്കെ ചെയ്തിട്ട് വല്ല കൊണുണ്ടോ? അതാണ് ഇതെല്ലാം ചെയ്തിട്ട് വല്ല കൊണം ഉണ്ടായോ? ഇനി 2 hour 12 minute. നീ ആദ്യമേ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു. 2 hour 12 minute. അവൻ ഇത് ഇവിടുന്ന് ഞാൻ വിചാരിച്ചു ലൈവ് എന്നാണ് സൗണ്ട് കേൾക്കണ വിചാരിച്ചത്. അണ്ടമാരുടെ ഇടവേശം നമ്മൾ പിടിച്ച അണ്ടമാർക്ക് ഹർട്ടായി കേട്ടോ. അപ്പം കുറച്ച് എറിഞ്ഞ എന്ത് പറ്റി ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഒന്നും പറഞ്ഞോണ്ട് വന്നേക്കരുത്. തൊലിക്കാം. അപ്പൊ ഊമ്പിക്കൊണ്ടിരിക്കുമ്പം ഓർക്കണം, മനസ്സിലായോ? ഇങ്ങോട്ട് തൊലിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാനും തിരിച്ചിട്ട് തൊലിക്കും. അപ്പൊ തിരിച്ചിട്ട് തൊലിക്കുമ്പോ ഇത് തന്നെ തോന്നണം. അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ അങ്ങ് മറന്നുപോയല്ലോ, എവിടെ എന്ത് പറ്റി ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഒന്നും പറഞ്ഞോണ്ട് വന്നേക്കരുത്. ബന്ധവും കൊണ്ടാ ഞാനങ്ങ് മറക്കും. ഞാന് എന്റെ ഒക്കെ വണ്ടി ഇപ്പേ ഇതെല്ലാരും വണ്ടി എടുത്ത് ചെക്ക് ചെയ്യുന്നല്ലേ? പിന്നെ നീയൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഹെയ്റ്റും പറയുമായിട്ട് അങ്ങ് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോകും. എടാ പോടാനായേ, നിന്റെയൊക്കെ അപ്പുറത്തെ ഹെയ്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. എന്റെ രോമത്തെ തൊട്ടിട്ടില്ല അത്. പിന്നാണ് നിന്റെയൊക്കെ ഈ അച്ചിച്ച് പുള്ളി പിള്ളേരൊക്കെ കൊണ്ട് ഊമ്മാ നടക്കുന്നത്. നീയൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ എടുത്ത് തൊലിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിടാനും, എനിക്ക് വിഷമമായിടാനും. അവന്മാര് അയ്യോ സർവറിനെ കളിയാക്കുന്നത്. ഡൈനു കേൾക്കുന്നുണ്ടോ? ഡൈനു കളിയാക്കുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. സർവറിന്റെ ഓണറും തൊലിച്ചെന്ന് പറയണ്ട. സർവറിന്റെ ഉമ്മാ വന്നത് തിരിച്ച് ഇത് തന്നെ ചെയ്യത്തുള്ളൂ. അല്ലാതെ നിനക്കൊന്നും പിടിച്ച് ഉമ്മാരാ നിക്കത്തില്ല. കുണ്ണായ്മയും തൊലിച്ച് ഓർക്കണം. നീയൊക്കെ തിരിച്ച് കുണ്ണായ്മ പറയാനും ചെയ്യാനും അറിയാതെ ഇവിടെ ഉള്ളത്, മനസ്സിലായോ? ഇത്ര നാളെ നീയൊക്കെ കണ്ട മുഖമല്ല എനിക്കുള്ളത്. അത് വരുത്തിക്കരുത് നീയൊക്കെ. അല്ല ഞാൻ ഡ്രാഗ് ചെയ്തേ, സോറി. ഡ്രാഗ് അപ്പുകൂട്ടാ വലിച്ചേക്കടാ. അതുകൊണ്ടേ നീയൊക്കെ കാണത്തൊരു മുഖം എനിക്കുണ്ട്. ചിരിച്ചും കളിച്ചും കളിക്കുന്ന ഏപ്പിനെ നീയൊക്കെ കണ്ടുള്ളു. അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പാപ്പൻ എന്ന് പറയാൻ നിനക്കൊക്കെ അറിയത്തുള്ളു. ചിരിയൊക്കെ ഞാനങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഞാൻ സീരിയസ് മോഡ് ഓണായി കഴിഞ്ഞാൽ വേറെ ഇത് കൊറേ കണ്ടവന്മാരുണ്ടാവല്ലോ. അതുകൊണ്ട് ഊമ്പുമ്പം നോക്കി ഊമ്പണം. നിന്റെ വായിക്കൊള്ളാത്ത ഊമ്പാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവസാനം പിന്നെ ഞാൻ ഈ ലൈവിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കോൺട്രവേഴ്സി അണ്ടിയും ഒന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. 2 മാസമല്ല പഴയ ലൈവ് എടുത്ത് വെക്കാൻ പറയാ. ഓ ഏപ്പിയുടെ ഒരു റാപ്പ് ഉണ്ടായിരുന്നു മറ്റേ പണ്ടൊരു തെറി ഇത് വെച്ചിട്ട്. ഇവിടെയാണോ? 2:13 അല്ലേ? 2:13 CK-മാര് തമ്പനയില് CK-മാര് അതിലെന്താണ്?
അവന്റെ ചാനൽ ഏതാ ഇത്? വെളി കിണ്ടി സുപ്രമസി. നോക്കട്ടെ. അല്ല അമ്മൂമ്മയുടെ വെള്ളിക്കിട്ടി. ഒരു സെക്കൻഡ്. യൂട്യൂബ്. ആ ഇവിടെ നോക്കുന്നു ഇതല്ലേ യൂട്യൂബ്. ഇതിലെന്താണ് MRC സീക്കന്മാർ അടിച്ചു നോക്കട്ടെ. എടാ ഇവര് ഇനി സിറ്റി കേറില്ല, സിറ്റി നിർത്തിയോ അവര്? എന്താ അവസ്ഥ അറിയോ? സിക്കന്മാരുടെ എന്താണ് ഇവരെന്ത് ഏതാ? ഇതാണോ ന്യൂ ഗാങ് വണ്ടി ഇന്നോവേഷൻ? ഇത് ലൈവ് ഒന്നല്ലല്ലോ. ഇതാണോ ലൈവ്? ലൈവ് എന്താ ഉണ്ടല്ലോ. ഇതാണോ ലൈവ്? മേളില് ഇതാണോ ലൈവ്? ന്യൂ ഗാങ് വണ്ടി ഇന്നോവേഷൻ ലൂപ്പ് ഹോൾസ്. ഇന്നോവേഷൻ ലൂപ്പ് ഹോൾസ്. കറങ്ങുന്നില്ലല്ലോ. തലോത്തരം നിന്ന് കറങ്ങണം. ഇത് ടയർ പൊട്ടിക്കഴിഞ്ഞാ കുഴപ്പമില്ല, അവൻ ചെയ്യട്ടെ. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സർവറിനെ നോക്കിയത് എന്താണ് ഇതൊന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. അതാകുമ്പോ വണ്ടി തന്നെ കൊണ്ടുപോകല്ലേ. ബാ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി ഇനിയാണ് അതിന്റെ ബാക്കി പറയുന്നല്ലേ. ഹർട്ടായി കേട്ടോ. ഫോൺ വന്നല്ലേ, അതിനുശേഷം കോള് വന്നു. മുതക്കട്ടെ. നമുക്ക് ബാക്കിയാണ് എടാ മോനെ നീയൊക്കെ പാടത്തോടെ മരമ്പത്തെ പടിതാ. അതുകൊണ്ട് അതെടുത്തോട്ട് ഇങ്ങോട്ട് വരല്ലേ നീ? അതെടുത്തോട്ട് ഇങ്ങോട്ട് വരല്ലേ കേട്ടോ? അതെടുത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങല്ലേ നീ? നെഞ്ചത്തോട്ടാ സർവറിന്റെ നെഞ്ചത്ത് വരുമ്പോ അവന്മാർ പിടിക്കുന്ന പോലെ 4 കൊമ്പാണെങ്കിൽ ഇവിടെ നമ്മൾ പിടിക്കുന്ന 6 കൊമ്പാ. ഇവിടെ അവർക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഉള്ള റൂള് തന്നെ അവർക്കും ഉണ്ട്. ഇതാണ് സംഭവം. എനിക്ക് ഒരു ഐഡിയ ഇട്ടാൻ വേണ്ടി ഞാൻ നോക്കിയാണ്. സംഭവം മനസ്സിലായി. മുതൽ പോയി ലൈവിൽ കമന്റ് ഇട്ട് എല്ലാടാ എനിക്ക് അവരെ ലൈവ് എടുത്ത് റിയാക്ട് ആക്കേണ്ട ആവശ്യമില്ല. അവരെ ലൈവ് നോക്കണം. ഞാൻ പപ്പാപ്പിന്റെ ലൈവിൽ എന്ത് സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ് വെച്ച് നോക്കിയെന്നുള്ളൂ. അവർക്ക് അവരുടെ സീക്കന്മാരുടെ എടാ ഇവനല്ലടാ മറ്റേ ഈ സീക്കന്മാരല്ലടാ അന്ന് മറ്റേ ഒരു ഇത് പറഞ്ഞത് വർക്കിഷ ഇടിച്ചു കൊല്ലുന്ന കേസല്ലേ? അതെ അതെ അതെ. മറ്റേ റേഡിയസിലുള്ളവൻ ഇടിച്ചു കൊല്ലുന്നത്. അല്ല അതല്ല വേറൊരു ഇഷ്യൂ ഉണ്ടോ പറഞ്ഞല്ലേ? എന്തോ വിളിപ്പിച്ചപ്പോഴോ? അതന്നെ വിളിച്ചപ്പോ മറ്റേ അനിയന്റെ വീട്ടിൽ പോണേ. അത് വരുന്നല്ലേ സീക്ക വരുന്നല്ലേ? ബാംഗ്ലൂരാണ് ചേട്ടാ. 3 ദിവസം കഴിഞ്ഞ് വന്നു. ക്ലീൻ. അല്ല അത് മാത്രം മതി അവന് ഇതാക്കാനായിട്ട്. പിന്നെ അത് പിന്നെ വെറുതെ അതിന്റെ ഇടയ്ക്ക് അവനെ ഡ്രാഗ് ആക്കേണ്ട വെച്ചിട്ടാണ് പിന്നെ ആ സംഭവം ചെയ്യാറ്. അത്രേ ഉള്ളൂ. നമുക്ക് അവരെ SJP കൺവേർട്ടിംഗ് ഉള്ളായിരുന്നു. അത് മുതൽ അതെന്തെങ്കിലും ആവട്ടെ കേസ്. അത് അവരെ ലൈവ് എടുത്ത് റിയാക്ട് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സംഭവം എന്താണെന്നൊക്കെ അറിയണ്ടായിരുന്നില്ല. അത് ഇതൊക്കെയായിരുന്നു. അതെന്താ ഗാസ്റ്റർ അപ്പാവൻ അവിടെ ആ സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടാ ലൈവില് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈ സീക്കന്മാരുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ആർഗൻ സിറ്റി ആണെന്ന് തോന്നുന്നു. ഒരു സിറ്റി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അതിന്റെ വാളം ഷേപ്പിൽ വന്ന ഒരാളാണ് സിക്കമാരി. ഓക്കെ, അത് പിന്നെ എങ്ങനെ റിവോക്ക് ആയി എന്ന് പറഞ്ഞാൽ സെർവർ നമ്മുടെ എക്സ്റ്റേണൽ സൈഡിൽ നിന്ന് ക്ലിയർ ആയെന്നാണ് പറഞ്ഞത്. സംഭവം എന്ന് പറഞ്ഞാൽ ആള് ഒരു റേഡിയസിലുള്ള ഇത്ര പേരെ കുറെ പേരുടെ POV വന്നു പെട്ടെന്ന് വീഴുന്ന പോലെ. ആ POVയില് സ്വന്തം ടീമും ഉണ്ട്, ഓപ്പോസിറ്റ് ടീമും ഉണ്ട്. ചെക്ക് ചെയ്തപ്പോ അതിന്റെ കില്ലോവിൽ വന്നേക്കുന്നത് CKമാരിയാണ്. ഒരു റേഡിയസിലുള്ള ഇത്ര പേരെ ഒരുമിച്ച് അങ്ങ് ഇടിച്ചു കൊന്നു. തോക്കോല് ഉപയോഗിച്ചിട്ടില്ല, വെടി വെച്ചിട്ടില്ല, ഇടിച്ചങ്ങ് കൊന്നു. അതാണ് സംഭവം. അപ്പം അതിന്റെ ചെക്കിങ്ങിന് വിളിച്ചപ്പം ഇവൻ വന്നിട്ടില്ല. ഓക്കെ, അതിന്റെ സെർവർ ഓണേഴ്സിനെ അറിയാവുന്നതാണ്. അവരാ പറഞ്ഞത് ഇവൻ ചെക്കിങ്ങിന് വന്നിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നുണ്ട് അവർ ചെക്കിങ്ങിന് വന്നിട്ടില്ല. അവൻ അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം ഇവിടെ എക്സ്ലാൻഡിസി ബാൻ ഇട്ടതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എക്സ്ലാൻഡിസി വന്നവൻ ക്ലിയർ ആക്കി എന്നാ പറയണേ. ഇവിടെ ഒരു ഫയൽ ഇട്ടത് ക്ലിയർ ആക്കാൻ ഇത്ര നിമിഷം മതി. അത് 2-3 ദിവസം എടുത്തിട്ടൊക്കെയാണ് ആള് വന്ന് ചെക്ക് ചെയ്തത്, ക്ലിയർ ആക്കിയതൊക്കെ. അതാണ് നമുക്ക് കിട്ടിയ വിവരം. സെർവർ ഓണേഴ്സ്, ആർഗൻ സിറ്റി ഓണേഴ്സ് തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ കേസ് സിക്കവരെ.
എന്നിട്ട് ഇവരെ വിളിപ്പിച്ച സമയത്ത് ഇതേപോലെ ഒരാഴ്ച ഉണ്ടെന്ന് പി സി അനിയന്റെ ആണോ അല്ല ബാംഗ്ലൂർ പോയിരുന്നു. ബാംഗ്ലൂർ പോയെന്ന് ആരുടെ വീട്ടിൽ പോയെന്ന് എന്തോ പറഞ്ഞു. അതായത് ഇവനെ സസ് വന്നിട്ട് സസ്സല്ല ഇതേപോലെ അടിച്ചിട്ട് ഇതേപോലെ വിളിപ്പിച്ച സമയത്ത് ഇവൻ ഇതേപോലെ പി സി എക്കിങ്ങിന് വന്നില്ല. ഭയങ്കര ട്രിഗറിങ് ആയിരുന്നു. ആ അതെ, എനിക്കൊന്ന് ആ വാൾ ഓഫ് ഷെയിമിന്റെ മെസ്സേജ് ഇപ്പോഴും സെർവറിൽ കിടപ്പുണ്ട്. ഉണ്ട്. അതായത് ആ സെർവറിൽ സ്റ്റിൽ വാൾ ഓഫ് ഷെയിമിൽ കിടക്കുന്ന ആളാണ് ഈ സി കെ മാരി. പിന്നെ അതിനുശേഷം എനിക്കൊന്ന് ആ സെർവർ എന്തോ പോയി എന്തോ ഇല്ലേ, സെർവർ ഡൗൺ ആവുക എങ്ങനത്തെ സെർവർ പോയിട്ട് ഇതേപോലെ അതങ്ങനെ പെർമനന്റ്ലി അങ്ങനെ പോയി. മറ്റേ സോമന്റെ സെർവർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരുത്തനാണ് സി കെ മാരി. അവന്റെ ഇന്നോവേഷൻ പറയും MRC സിയോസിറ്റി ഫോർ 1 വീക്ക്. ഓ ഇനി അവിടെ ഉള്ള പാവം പിടിച്ച ഗാങ്സ് ഒക്കെ ഇനി ഇവരെ തല്ലുള്ളല്ലോ അല്ലേക്കപ്പോഴോ ഇതിന്റെ ദേശമൊക്കെ. അല്ല അത് മൊയിലും എനിക്കൊന്നു ഇതിന്റെ ഇടയിൽ 1 വീക്ക് പോയില്ലായിരുന്നോ? 1 വീക്ക് പോയപ്പോ അവിടെ കുറച്ചു പേർക്ക് പെർമനന്റ് ബാൻ കിട്ടിയായിരുന്നു. അവിടെ ATX ഉണ്ടല്ലോ, T47 ഉണ്ടല്ലോ, പിടിച്ച് പ്ലക്കി വിട്ടു, തെറിവിളിയായി, എന്തൊക്കെ തളകിളിയായി, ബാനൊക്കെ കിട്ടിയായിരുന്നു. ATX ഉള്ള ഒരുത്തരാ പറഞ്ഞത്. എവിടെ പോയാലും തല്ലുപൊളിയാണ്. ഇവരെ എവിടെ പോയാലും വള്ളി തന്നെയാണല്ലേ. മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, 100% 0% കഴിവ്. പക്ഷെ ബാൻ കൊടുത്ത പിന്നെ ഒഫീഷ്യൽ വേറെ ഉണ്ടാവില്ല. അതെ, ഈ അവസരത്തിൽ പറയാൻ പറ്റുവാറുണ്ടാ 1000 റുപ്പീസ് എടുക്കാനുണ്ടോ? അത് സംഭവം 50,000 തരാം, ഒരു 3 വീക്സ് പോരെ. 1000 റുപ്പീസ് പ്ലീസ്, 1000 റുപ്പീസ്. 50,000 ഉണ്ടെങ്കിൽ അൾട്രോൺ കൊടുക്കോ? ആ പുള്ളി എടുത്ത് പറയാം, ഗ്യാങ്ങിന് കൊടുക്കണ്ട, അൾട്രോൺ എടുത്താൽ മതി, അൾട്രോൺ അടിച്ചോളൂ എല്ലാരും. PC അടിച്ചോ പോലും തോന്നുന്നു. എടാ അതേപോലെ തന്നെ ഞാൻ ഇന്ന് മറ്റൊരു ലൈവില് ഇതേ ഉണ്ടായിരുന്നു, പിന്നെ ഈഗിൾ ലൈവില് പറഞ്ഞ ഇതേപോലെ മറ്റേ പർച്ചേസ് എന്തോ അവരുടെ സിറ്റുവേഷൻ ഫസ്റ്റ് ആയില്ലേ, പർച്ചേസ് പറഞ്ഞിട്ട് ഇതുള്ളത് ട്രിഗറിങ് ആക്കിയതല്ലേ, അല്ലെ ട്രിഗർ ചെയ്തിട്ടല്ലേ ഇതാക്കിയുള്ളതെന്ന്. എടാ ഇവര് തന്നെയല്ലേ ഇവരുടെ സ്വന്തം ഗ്യാങ് വണ്ടിയില് മണി ടോക്സ് പറഞ്ഞിട്ടുള്ളത്. അതെന്തോ ഈ പർച്ചേസിംഗിന്റെ തന്നെയല്ലേ, ഇതൊക്കെ ഉദ്ദേശിക്കുന്ന സംഭവം തന്നെയല്ലേ ഈ മണി ടോക്സ് ഒന്നും ഉദ്ദേശിക്കുന്നത് തന്നെയല്ലേ. മറ്റേ കൊച്ചിന് പറഞ്ഞവരുണ്ടോ ഇവന്മാരെന്നെ ഏറ്റവും വലിയ പൊട്ടത്തരൊക്കെ അടിച്ചേ, ഇവന്മാരെ സ്വന്തം ഗ്യാങ് വണ്ടിയിൽ തന്നെ ഇതേപോലെ മണി ടോക്സ് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, ലിവർ അടിച്ചു വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ അടിച്ച ആൾക്ക് പിന്നെ ഇതേപോലെ പർച്ചേസിങ് എങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഈവൻ അത് പൊട്ടത്തരം കാണിച്ചു പറഞ്ഞാല് അവർക്ക് ഈവൻ അത് OC ടോക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ, അവരവരുടെ സ്വന്തം വണ്ടിയിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് മണി ടോക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എഴുതി വെച്ചോട്ടെ ഇതേപോലെ മണി ടോക്സ് പറഞ്ഞിട്ട് സിറ്റിയിൽ അവരെ കളിയാക്കിയാൽ പോലും അവർക്ക് അത് FRP വിളിക്കാനോ അല്ലെങ്കിൽ അതൊരു OC ഡ്രാഗിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പുറത്ത് പ്ലേയേഴ്സിനെ വിളിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു OC ഡ്രാഗിങ് ആയിട്ട് പോലും അവർക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം അവർ തന്നെ അവരുടെ സ്വന്തം ഗ്യാങ് വണ്ടിയുമ്പോൾ ലിവർ ഒട്ടിച്ചിരിക്കുന്നത് മണി ടോക്സ്. എന്നിട്ട് അത് പർച്ചേസിങ് പറഞ്ഞിട്ട് ഡ്രാഗ് ആക്കി എന്ന് പറഞ്ഞാൽ എന്ത് ഇന്ത്യ അർത്ഥമുള്ളത്? മൂലം നമ്മളും കൂടെ പ്ലക്കിയാൽ അവർക്ക് പിന്നെ എടാ നമ്മൾ ഇന്ന് അതിന് വേണ്ടിയാണ് നിന്നുള്ളത്. അനൂപ് CK താങ്ക് യു സോ മച്ച് ഫോർ ദ 1 മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ടു വിഘ്നേഷ്. Thank you bro, thank you so much Anup CK for the membership gift. TV official story അത് ഞാൻ കണ്ടായിരുന്നു. മറ്റേ ഒരു വോയിസ് അല്ലേ, ഒരു വോയിസ് അല്ലടാ, ഒരു വോയിസ് അയച്ചല്ലേ. ഓ അതാണല്ലോ, എനിക്ക് കത്തിയില്ല, സാഗർ പറഞ്ഞ കത്തിയില്ല. പറയണത് എങ്ങനെയാണ്, ഒരു 50,000 60,000 ഒക്കെ ചെലവാക്കുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ സിറ്റിയിൽ ഏതെങ്കിലും ഗ്യാങ്ങിനെ കോണ്ടാക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ആഴ്ചയില് നമ്മൾ RP ചെയ്യുമ്പോഴൊക്കെ 2 വട്ടം വന്ന് അടിക്കുക, പോസ്റ്റ് എടുക്കുക. അപ്പം അതിന് ക്യാഷിനൊരു ചെലവ് ചെയ്യുന്നൊരു പ്രശ്നമില്ല. അത് നമ്മൾ അടിക്കാൻ നമ്മുടെ സിറ്റിയിലെ ആൾക്കാരെ സിറ്റുവേഷൻ പോലും കിട്ടാനല്ലോ സിറ്റിയിലുള്ളവന്മാരെ കൊണ്ട്. എനിക്ക് പറഞ്ഞപ്പോ എന്താ കത്തിയില്ല, എനിക്ക് എന്താ പറഞ്ഞെന്നുള്ള കത്തിയില്ല. ഇതാണ് കേട്ടോ അതെന്താ സംഭവം. പുള്ളിയുടെ നമ്പർ മേടിച്ചിട്ട് പുള്ളിക്ക് കുറച്ച് ഗ്യാങ്ങിന്റെ BNB പേരൊക്കെ ഇട്ടോട്, BNB ഒക്കെ പൈസ മേടിക്കട്ടെ, നമ്മുടെ അടുത്തോട് വള്ളി പിടിക്കട്ടെ. അങ്ങനെ സിറ്റുവേഷൻ കിട്ടട്ടെ, അങ്ങനെ സിറ്റുവേഷൻ കിട്ടട്ടെ ബൈ. ഇത് മറ്റേ നേരത്തെ കണ്ടല്ലേ. കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഊമ്പി ചൊണ്ണാക്കി കൊടുക്കും, ചൊണ്ണാക്കി മനസ്സിലായിക്കോളൂ. സെർവറിനെ മോക്കിയത് എന്ത് അണ്ടി കിട്ടുമെന്നുള്ളത് അവനെ കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളൂ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഊമ്പി ചൊണ്ണാക്കി കൊടുക്കും. അതാണ് നേരത്തെ ലൈവ് നിർത്തി പോയത്. നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാരെ ഇതാണ് അവരതല്ലേ. പുള്ളി അങ്ങനെ പറഞ്ഞല്ല, ശരിക്ക് സർക്കാസ്റ്റിക് ആയിട്ട് ഗ്രൂപ്പിൽ വെറുതെ ചുമ്മാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ അതൊക്കെ എടുത്ത് കൺവേർട്ട് ആക്കി ഇട്ടതാ. അതുമല്ല അവിടെ എംബാസഡർ മാത്രം പറയുന്നില്ല, സിറ്റി ഉള്ള ഗ്യാങ്സ് എന്നാണ് ആള് പറയണത്. ടോട്ടലി എല്ലായിടത്തും പറയുന്നുണ്ടെന്നാണ് ആള് പറഞ്ഞല്ലേ. MR മാത്രം പറയണമെന്ന് ആരും പറയുന്നില്ല അതിന്റെ അകത്ത്. മുന്നേ ശേഷമൊക്കെ കുറെ മെസ്സേജ് ഉണ്ട്, അത് ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ
അത് മനസ്സിലായില്ലേ? ഇല്ല. ആദ്യം MRC ടാർഗറ്റിങ്, ഇപ്പൊ എല്ലാ ഗ്യാങ്സും ആയില്ലേ. ആഹാ. അതാ നമ്മളെ ട്യൂൺ ഇട്ടെ. മനസ്സിലായൊക്കെ ഫണ്ണി ആയിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞതാണ്. അത് മാത്രം അല്ല, ഈ എടുത്തിട്ട് ഫണ്ണി ആയിട്ട് രീതി പറഞ്ഞു. പുള്ളി എടുത്തിട്ട് പുള്ളി ചാടി അതെ, എന്തോ. പുള്ളി അല്ല ഇത് ഇവരെന്താ ഫണ്ണി ആയിട്ടുള്ള രീതിയിലുള്ള സിറ്റിയുള്ള ഗ്യാങ് വണ്ടിക്കൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്പാപ്പൻ എന്ത് ചെയ്തു, ലൈവ് ഇട്ടിട്ട് എല്ലാ ഞാന് വണ്ടിയും പറയട്ടെ, പരിശോധിച്ചു. ഇതിനും ഭേദം ആ ഷെമീറായിരുന്നു. അവൻ അറ്റ്ലീസ്റ്റ് മറ്റേ ചോദിക്കാനും പോയിരുന്നു. മറ്റേ ഇത് പറഞ്ഞത് ഇത് അതുപോലും ഇല്ലടാ. സത്യല്ലേ? ഏ. ഇതിനു ഭേദം ഷെമീറായിരുന്നു. അവൻ അറ്റ്ലീസ്റ്റ് ചോദിക്കാൻ പോലും മറ്റേ അന്ന് മറ്റേ ഒരാൾ നമ്മുടെ VC വന്നിട്ട് പറഞ്ഞില്ലേ, 1 മണിക്കൂർ ഇത് മറ്റേ സംസാരിച്ച് പറഞ്ഞോ VC ഇരുന്നിട്ട്. അവൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ്. ഇതിനും ഭേദം ഷെമീറായിരുന്നു. അറ്റ്ലീസ്റ്റ് ഷെമീർ അറ്റ്ലീസ്റ്റ് ചോദിക്കാനെങ്കിലും പോയില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല്. മറ്റേ വിസിയിലുണ്ട്. അല്ലടാ, ഞാൻ പറഞ്ഞ സിറ്റിത്തെ സംഭവം. സിറ്റിയിലാണല്ലോ ഇപ്പൊ ഷെമീർ അല്ലാതെ ചോദിക്കാനും ഇതാവും. ഇത് അതുപോലും ഇല്ല. അല്ല മറ്റേ പുറത്തുള്ളതാണ്. അല്ല ഇത് പുള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് അത് കളിക്കുന്നത് അറ്റ്ലീസ്റ്റ് സിറ്റുവേഷൻ എൻഡാക്കിയതാണ്. അറ്റ്ലീസ്റ്റ് തോക്കുക ജയിക്കുക അതൊക്കെ വേറെ കാര്യം. ന്യൂസ് വാർത്തക്കകത്ത് എന്താ പോയി പറഞ്ഞേക്കുന്ന പോലും MRC അയ്യോ വലിയ ഇഷ്യൂ, വാർ നടക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ മലയാള മനോരമയിൽ ഇടണം, അതാകുമ്പോ റൂട്ട് പൈപ്പ് കിട്ടും. അത് അല്ല, TV ഒഫീഷ്യൽ സ്റ്റോറി ഇഷ്യൂ കൺവേർട്ടിംഗ് ആണ് അത്. ഓ മറ്റേ സ്റ്റോറിയിലുള്ള പറഞ്ഞത് തമാശ രീതിയിൽ പറഞ്ഞതാണെന്നുള്ളത്. 1000 rupees? Oh my god. അതെ അതെ, അത് തമാശയാണെന്നാണ് പറഞ്ഞല്ലേ. ശരിയാണോ? 1000 rupees? അല്ല, ആള് വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. അത് അറിയില്ല, അതറിയത്തില്ലേ? മറ്റേ കാര്യം 6 മാസത്തൊക്കെ ഒരു ഗ്യാങ്, അതും ഫണ്ണായിരിക്കുമല്ലേ? അതാ മൊയ്ലി പറഞ്ഞത്. അതായത് നമ്മുടെ സിറ്റിയില് ഏതൊരു ഗ്യാങ്ങിനെ പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗ്യാങ് ഫോം ചെയ്യാം, എന്നിട്ട് നമ്മളെയും TVനെ നശിപ്പിക്കാനായിട്ട് ആ ഗ്യാങ്ങിന് പൈസ കൊടുക്കാം. മന്ത്ലി $1000. അതാണ് സംഭവം. അല്ലല്ല, ഇത് വേറെ മറ്റേ മൂന്നാമത്തെ ഓപ്ഷൻ. അടുത്തുണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ അല്ല, $1000 വേറെ. ഇത് മൂന്നാമത്തെ വേറെ ഓപ്ഷൻ ഉണ്ട്. 2-3 ഓപ്ഷൻസ് ഉണ്ട്. കോടീശ്വരൻ ഞാൻ പറയട്ടെ, അവന്മാരുടെ ലീഡർ ഒരു കാര്യം സാധനം പറയും, വേറെ ഒന്ന് മെമ്പേഴ്സ് ഇതിനൊക്കെ ഒരു ബന്ധമില്ലാത്ത കാര്യം പറയും. ഒരു പേഴ്സണൽ ലോജിക്ക് ഇല്ലാതെ അവരുടെ ആർഗ്യുമെന്റ്സ്. സ്ക്രീൻഷോട്ട് നോക്കിയോ? എന്ത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. ഒരാളൊന്നല്ല, ഒരാളൊന്നല്ല, ഞാൻ മൂന്നാമത്തെ ഓപ്ഷൻ കോടീശ്വരൻ. അമല, ഞാനൊരു മൂന്നാമത്തെ ഓപ്ഷൻ പറയാണ്. നമ്മളെല്ലാ അഡ്മിൻസിനെയും എല്ലാം സെർവറോന്ന് പറഞ്ഞ POV എല്ലാം എടുത്തിടണു. എന്നിട്ട് ഒരു ഗ്യാങ്ങിനെ ഇങ്ങോട്ട് ഇറക്കണ്. ഈ TV KV എവിടെ RP കണ്ടാലും എടുത്തടിക്കുക, അത്രേ ഉള്ളൂ. വെറുതെ എടുത്തടിക്കുക. അവര് RP ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വെറുതെ അടിക്കുക ഒരു 6 മാസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസ്ലി ആ ഗ്യാങ് നിർത്തിട്ട് ബാക്ക് ടു ദ ലൈഫ്. ഫണ്ണിയാണ്. ഗ്യാങ് അങ്ങനെ എന്തെങ്കിലും വന്ന് ചെയ്ത് കഴിഞ്ഞാൽ 2ാം ദിവസം അവന്മാര് നേരെ പോലെ സിറ്റി അടക്കം തോന്നുന്നുണ്ടോ? അവൻ അല്ല, ഒന്നുമല്ല. ഇന്നലെ അപ്പാവിനോട് കുഞ്ഞിരിന്ന് പറഞ്ഞ മറ്റേ സോക്കോളിലെ MRC ഗ്യാങ് ഒന്നും തൊട്ട് സിറ്റി കയറിയിട്ടില്ല. അപ്പോഴവന്മാരെ മറ്റേ ടെമ്പററി ഗ്യാങ് ഉണ്ടാക്കിയിട്ട് വരാൻ പോകുന്നു ആൾക്കാരെ വിളിച്ചിട്ട്. തേർഡ് ഓപ്ഷൻ എന്തിരുന്ന് എടാ സിറ്റിയിൽ ഞാൻ പറയട്ടെ, ഒരു ഗ്യാങ് ഫോം ചെയ്ത് ഏറ്റവും ഇത്രയും ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയും ഹോസ്റ്റേജ് ആയിട്ടുള്ള വേറെ ഗ്യാങ് ഉണ്ടാവില്ല. ആ റെക്കോർഡ് എന്തായാലും മറ്റേ MRCന്റെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ലീഡർ ഹോസ്റ്റേജ് എല്ലാ ടൈപ്പും. അതേപോലെ തന്നെ ലീഡർ മാറിയിട്ടുള്ള ലീഡർ റിക്രൂട്ട്മെന്റ് നടത്തിയുള്ള ഗ്യാങ്. 3 മാസം 3 ലീഡർ. അതെ. പിന്നിന്റെ കുറെ റെക്കോർഡ് മറ്റേ PD ഡ്രൈവ് കൊണ്ട് പ്ലക്ക് കിട്ടിയുള്ള സോക്കോളിന്റെ PvP ഗ്യാങ്. ദൃശ്യം 3 ട്രെയിലർ അത് കാണാതെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലൈവില് കാണാം. നമുക്ക് പിന്നെ കിക്കലായിട്ട് പിന്നെ അതൊരു പ്രശ്നമില്ല. സിനിമയുടെ ട്രെയിലർ കാണുന്നതിന് ഇല്ല, ട്രെയിലർ റിയാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. അത് അങ്ങനെ എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ ആ ടീം തരിക ഈ സിനിമയുടെ. അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ റിയാക്ട് ആക്കുന്ന ചാൻസിനൊക്കെ കിട്ടില്ലടാ. 15K ഫോളോ കിക്ക് 50K അല്ലേ? ഓ സെറ്റ്. എന്നാ 20K ഫോളോവേഴ്സ്. നമുക്ക് ഏത് ഇമോജി ഇടാം? ഹബീബി.
ജാതി. ഇപ്പൊ എന്തായി? എടാ സംഭവം എന്ന് വെച്ചാല് അവരുടെ വണ്ടി നോക്കിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, വണ്ടി പൊട്ടിയത് ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ സിറ്റി കയറുന്നില്ല. ഇന്നോവേഷൻ ആണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നോവേഷൻ അവരുടെ ഇന്നോവേഷൻ സർവർ സൈഡ് അക്സെപ്റ്റ് മെയിൻ ലൈനപ്പ് പോലും അല്ല ഇളക്കിയത്. എന്ത് വണ്ടി ഇത് പൊട്ടി? മനസ്സിലായില്ല. അവര് പുതിയ ഇന്നോവേഷൻ, അതായത് മറ്റേ തോമസ് ആൽവ എഡിസൺ മറ്റേ ഇതൊക്കെ കണ്ടുപിടിച്ച പോലെ. ഓക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ ഒന്നും അറിഞ്ഞില്ല. അവര് കേൾക്കാമോ? ആഹാ. ഞാനൊരു സാധനം കാണിച്ചേ. ഇന്നോവേഷൻ ആണേ. ഉം. ഇപ്പൊ DM-ല് വെച്ചേരാ. ഇന്നോവേഷന്റെ ഒരു സംഭവം വളരെ ഇന്നോവേറ്റീവ് ആണ് പയ്യൻ. ഇത് ആരും ഉദ്ദേശിച്ച എടാ CK-മാര് ലൈവ് ഇട്ടിട്ട് കൊണക്കായിരുന്നു. അതായത് കൊണച്ചിട്ട് ഇതേപോലെ ഇവരുടെ വണ്ടി ഉണ്ടല്ലോ, ടയർ പൊട്ടിയാലും നമ്മുടെ വണ്ടി ടയർ പൊട്ടിയാലും വണ്ടി ഓടുമ്പോ ഇങ്ങനെ ഡ്രിഫ്റ്റ് ആവില്ല, സ്കിഡ് ആവില്ല പെട്ടെന്ന് ഇങ്ങനെ. അങ്ങനെ ഇവരുടെ അങ്ങനെ ഡ്രിഫ്റ്റ് ഇതാവുന്നില്ല. അപ്പോ ഇന്നോവേറ്റീവ് സാധനം മനസ്സിലായില്ല. പിൻട്രസ്റ്റ് മോഡലാണ് അവന്റെ ഇന്നോവേഷൻ. ഇതേപോലെയല്ലേ വേറെ ഏതൊരു വണ്ടി ഇതേപോലെയല്ല, ഇതന്നെയാണ് അവരുടെ 6x6 ഇന്നോവേറ്റീവ് സാധനം. ഇന്നോവേഷൻ പറഞ്ഞ സ്വന്തമായിട്ട് ഡിസൈൻ ഉണ്ടാക്കി ചെയ്യുക. ഇത് കണ്ടവന്റെ ഡിസൈൻ കട്ടെടുത്ത് ചെയ്തു, അത്രേ ഉള്ളൂ. പിൻട്രസ്റ്റ് കോൺസെപ്റ്റ്. പിൻട്രസ്റ്റ് ആണല്ലോ ഇപ്പൊ ട്രെൻഡ് ചെയ്തത്. ഇവരൊക്കെ ഇത് പിൻട്രസ്റ്റ് ആൾക്കാരാണോ? ഞാൻ പറഞ്ഞ നീ സർവർ സൈഡ് ടിക്കറ്റ് വലിക്കണം. നിനക്ക് ഇപ്പൊ കസ്റ്റം വണ്ടി ഇറക്കാൻ പറ്റില്ല, കാരണം നിന്റെ പേരിൽ വണ്ടിയൊക്കെ ലിയോ അതൊക്കെ പഠിച്ച് വണ്ടിയിൽ എടാ അറ്റ്ലീസ്റ്റ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് സിറ്റി വന്നിട്ട് ഒന്ന് വെടിവെച്ച് ഇതാക്കല് നോക്ക്. അപ്പൊ അവന് പറ അവർക്ക് ചത്താലും വേഗം കൊടുക്കല്ലേ, എല്ലാവർക്കും ഒന്ന് മേടിച്ച് തരട്ടെ. വേറെ ഓപ്ഷൻ ജോക്കിന് ഹോസ്റ്റേജ് എടുത്ത് അവരാത് സിനിമാറ്റിക് ഇറക്കുക. അത് ഞാൻ എവിടെ കേട്ടായിരുന്നു. ഒന്നെങ്കിൽ സിനിമാറ്റിക് അല്ലെങ്കിൽ അടിക്കാൻ പൈസ. എന്തായാലും ഒരുമിച്ചെടുക്കുക. ഇപ്പൊ മറ്റേ ഗ്യാപ്പ് ഇട്ടിട്ട് അടി കിട്ടണം അവർക്ക്. അതായത് ഒരെണ്ണം കഴിഞ്ഞിട്ടാണ് മറ്റേത് ഒരുമിച്ച് പ്ലക്ക് കിട്ടും. ഒരുമിച്ച് പ്ലക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതായത് മറ്റേത് പറഞ്ഞത് മിണ്ടിയാലും തല്ലും മിണ്ടിലേലും തല്ലും പറഞ്ഞാലേ, മിണ്ടിയാലും കൊല്ലും മിണ്ടിലേലും കൊല്ലും പറയാതെ. അടിക്കുക ഉറപ്പാനായിട്ട്. എടാ നമ്മൾ ഇന്ന് ഇവരെ അടിക്കാൻ വേണ്ടിട്ട് നമ്മള് ഉച്ച തൊട്ടിട്ട് നമ്മൾ റെഡി ആയി നിൽക്കിയിരുന്നു. എല്ലാവരും ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ടാക്കാന്നുള്ളതിൽ നിന്നിരുന്നല്ലേ. പക്ഷെ ഇവര് സിറ്റി കയറണ്ടേ, സിറ്റി കയറിയാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വർക്കിച്ചൻ ജോലിക്ക് പോകുന്ന വർക്കിച്ചൻ ജോലി വരെ ലീവ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. വാസ്കോ സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ ബസ് പിടിച്ചിട്ട് അല്ലെ വണ്ടി പിടിച്ചിട്ട് 1 മണിക്കൂർ ഓടാണ്ട് ഇന്റേൺഷിപ്പ്. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. അയ്യ അതുകൊണ്ടൊന്നല്ല, അത് വേറെ കാര്യം.